ട്രാവൽ ചെയ്യുന്നത് ഇതന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് ഇവരെപ്പോലെ ലോകം കാണാത്തവരല്ല ഞാൻ. അല്ലാണ്ട് ഇവരെ പോലെ ലോകം കാണാത്തവരല്ലല്ലോ ഞാനെന്ന് അവരോട് അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അരുണിമ ഇത് പറയുന്നത്. ഇതാണ് അരുണിമയുടെ കമന്റ് ബോക്സിന്റെ കമന്റ്. വാവ്, കേസ് കൊടുത്തതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഗ്രേറ്റ് ജോബ്. 7 മണിക്കൂറിന് മുമ്പ് ഈ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു അത്രത്തോളം ഇതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ആ കമന്റ് അവിടെ ഇട്ടേക്കണമായിരുന്നു. ഞാൻ ആ കമന്റ് ആൾക്കാർക്കും കൂടെ ഇട്ട് കൊടുക്കണമായിരുന്നു. ആൾക്കാർ കമന്റ് ഞാൻ റിപ്ലൈ തരട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കാണണമെന്ന് വിചാരിക്കും. നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ ഈ കമന്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന്? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇന്ന് വിഷു ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 വിഷു ആശംസകൾ. ഓക്കെ, ആ സന്തോഷത്തിന്റെ വാക്കുകളോടൊപ്പം തന്നെ ഈ വീഡിയോ അരുണിമ കാണുകയാണെങ്കിൽ ഇന്നലെ എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇട്ട കമന്റ് നിങ്ങളത് റിമൂവ് ചെയ്തു. ഞാൻ ആ കമന്റ് ഇപ്പോൾ എന്തായാലും പബ്ലിക് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം അതിനകത്ത് അരുണിമ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ അരുണിമയെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. മാന്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ഇമ്മച്യൂരിറ്റീസ് കാണിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചതിന് നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ഇട്ടിട്ട് പോയ കമന്റ് അറിയാമല്ലോ. കാരണം നിങ്ങൾ ഒരു ക്രിയേറ്റർ ആയതുകൊണ്ട് 100K മേലുള്ള ഒരാളുടെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് പോയിരുന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അവിടെ കാണും. അതുകൊണ്ട് തന്നെ അത് പബ്ലിക്കും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പബ്ലിക് ഇത് കാണട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, അരുണിമ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കൂ. കാരണം അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് അദ്ദേഹം എന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞൊരു കാര്യം സാധൂകരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോയും ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അവിടെ ആ വീട്ടിൽ കാണിച്ചിട്ടുള്ളത് അത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കണം, അരുണിമ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു ക്രിയേറ്ററാണ്. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചക്കച്ചുള പോലെ എനിക്ക് പൈസ കിട്ടും. നിങ്ങൾ ഒരു ക്രിയേറ്ററാണ്. നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൊളാബ് മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഞാനത് കൊളാബ് ചെയ്യുന്ന ആളല്ല, എന്നാലും അതിനകത്തും നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പം നിങ്ങൾക്ക് യാത്രകൾ ചെയ്യുന്നതിനകത്ത് നിങ്ങൾ യാത്രകൾ ചെയ്യുന്നത് യൂട്യൂബിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഒക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും, അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടും, സാമ്പത്തികം കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടമാണ് ഹിച്ച് ഹൈക്കിംഗ് എന്നുള്ള പരിപാടിയിലൂടെ നിങ്ങൾ നടക്കുന്നു. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം, അതൊക്കെ അപ്രീഷ്യബിൾ ആണ്. ബട്ട് ഞാൻ അതിനെ നിന്നും നെഗറ്റീവായിട്ട് കാണുന്ന ഒരാളേ അല്ല. പക്ഷെ ഇവിടെ അരുണിമ ആ വീട്ടിൻ്റെ അകത്ത് കാണിച്ചു എന്നുള്ളൊരു കാര്യത്തിൻ്റെ അകത്ത് ആ വീട്ടിൻ്റെ അകത്ത് നിന്നുള്ള എടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു നിന്നിട്ടുണ്ട്. ആദ്യം അത് കാണിച്ചു തരാം. അതിനുശേഷം ഈ പുള്ളി ജോർജ് എന്നെ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളടുത്ത് കാണിച്ചു തരാം. അതിനുശേഷം എനിക്ക് അരുണിമയോട് സ്ട്രേറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, കമന്റിൽ നിങ്ങൾ കമന്റ് ഇടും. നിങ്ങളെ ഞാൻ മോശം പറയത്തൊന്നുമില്ല, ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. നിങ്ങളെ ഞാൻ എന്ന് മുതലാണ് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് പോലും അറിയത്തില്ല. കാരണം മാഹിന്റെ കൂടെ നിങ്ങളുള്ള സമയം മുതൽ ഞാൻ നിങ്ങളെ കാണുന്ന ആളാണ്. ഞാൻ ആദ്യം വേണമെങ്കിൽ ഇപ്പം ഇന്ന് ഞാൻ രാവിലെ വന്ന് നിങ്ങളെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഞാൻ ഇന്ന് രാവിലെ വന്ന് നിങ്ങളെ ഫോളോ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് പറയണം. ഞാനിത് അരുണിമ IP എന്ന് പറയുന്ന ഈ ഒരു IP LP എനിക്ക് എന്തായിരുന്നാലും ഈ ഒരു സോളോ ട്രാവലർ ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ഐഡിയിൽ നിന്ന് ഞാനിത് ഫോളോ ചെയ്തിട്ട് കുറേ കാലമായി. ഞാൻ ഒരുപാട് വീഡിയോസിൻ്റെ അവിടെ പോസ്റ്റുകളിലെ ലൈക്കും കമന്റും, നിങ്ങളെ കുറേ കൂട്ട ആക്രമണം നടത്തുന്ന രീതിയിൽ ആഫ്രിക്കയിലൊക്കെ പോയ സമയത്ത് അതിനകത്തുള്ള സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കമന്റായിട്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തു. അന്ന് വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് ആ ഒരു പോസ്റ്റൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് ഞാനിട്ട ലൈക്കും ഉണ്ട്, അതിൻ്റെ താഴെ കമന്റും കാണും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ, അതായത് നിങ്ങളുടെ ആ ഒരു ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ധൈര്യമായിട്ട് ഇത്രയും ലോകം ചുറ്റി വരുന്നല്ലോ, ആ കുട്ടിയെ കണ്ട് ഒരുപാട് പെൺകുട്ടികൾ പഠിക്കണം എന്നുള്ളൊരു കാര്യം ഇൻസ്പയറിംഗ് ആവാൻ പറ്റുന്ന ഒരു കുട്ടി എന്നുള്ള ലെവലിൽ തന്നെയാണ് നിങ്ങളെ ഈ സമയത്ത് ഞാൻ കാണുന്നത്. പക്ഷേ സം ഇമ്മച്യൂരിറ്റീസ് നിങ്ങളുടെ പ്രായത്തിൻ്റെതാവാം. നിങ്ങൾ ഈ പറഞ്ഞ മാന്യമായി വിമർശിച്ച എൻ്റെ കമന്റ് ബോക്സ് വന്ന് ഇട്ടേക്കുന്ന കമന്റ് എന്താ? ഞാൻ മറ്റേ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ അരുണിമ എൻ്റെ കമന്റ് ബോക്സ് ഇട്ട കമന്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അരുണിമ എൻ്റെ കമന്റ് ബോക്സ് ഇട്ട കമന്റ്. വാവ്, കേസ് കൊടുത്തതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഗ്രേറ്റ് ജോബ്. 7 മണിക്കൂറിന് മുമ്പ് ഈ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു അത്രത്തോളം ഇതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ആ കമന്റ് അവിടെ ഇട്ടേക്കണമായിരുന്നു. ഞാൻ ആ കമന്റ് ആൾക്കാർക്കും കൂടെ ഇട്ട് കൊടുക്കണമായിരുന്നു. ആൾക്കാർ കമന്റ് ഞാൻ റിപ്ലൈ തരട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കാണണമെന്ന് വിചാരിക്കും. നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ ഈ കമന്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന്? ആ കമന്റ് ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. കമന്റിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കാണുന്നില്ല. ഓക്കെ, എനിക്ക് അറിയത്തില്ല. എന്തായിരുന്നാലും വാവ്, കേസ് കൊടുത്തതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഗ്രേറ്റ് ജോബ്. ഈ കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചത് ഈ റവന്യൂ ആണോ ഉദ്ദേശിക്കുന്നത്? യെസ്. പക്ഷേ ഈ യൂട്യൂബ് റവന്യൂക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളല്ല. എൻ്റെ ഈ കാണുന്നവർക്ക് പോലും അറിയാം. കാരണം കഴിഞ്ഞ 2-3 മാസം കൊണ്ട് മാത്രമാണ് ഒരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നത്. അത് എൻ്റെ ജോലിയുടെ തിരക്കുകളിൽ നിന്ന് എനിക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നത് മാത്രമാണ്. ഞാൻ ജോലിയാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, യൂട്യൂബ് എന്നുള്ളതല്ല. യൂട്യൂബിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു ദിവസം 8-10 വീഡിയോസ് വരെ ഇടാൻ വേണ്ടിയിട്ടും ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനും കഴിയാത്ത ഒരാളൊന്നുമല്ല. പക്ഷെ അതല്ല, ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകം വേണമെന്നുള്ള രീതി ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്ന പൈസയിൽ നിന്നും ഞാൻ അത് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇതെൻ്റെ പാഷൻ ആയതുകൊണ്ട് ഇത് എന്നെ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉള്ളതുകൊണ്ടും ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത് പോകുന്നു എന്നുള്ള കാര്യമാണ്. അല്ലാതെ യൂട്യൂബ് നാളെ നിന്ന് കഴിഞ്ഞാലും ഞാൻ ജീവിക്കാതെ എനിക്ക് അരി വാങ്ങാൻ വേറെ ജോലിയുണ്ട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യൂട്യൂബിന്റെ ഈ ഒരു പാഷൻ എന്നെ കാണുന്ന ആൾക്കാരെ, എൻ്റെ പ്രേക്ഷകരെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവർ തരുന്ന വീഡിയോസ്, ഇന്ന് ഈ അരുണിമയുടെ ഈ ഒരു വീഡിയോ പോലും എനിക്ക് അയച്ചു കിട്ടിയതാണ്.
അഥവാ ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസൈഡ് ജോർജ് ഏട്ടന്റെ വീടിന്റെ അകത്ത് നടന്ന കാര്യമാണ്. അതിനുശേഷം ജോർജ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നാളെ പോണോന്നല്ലേ പറഞ്ഞേ? ഓക്കെ, അവർ പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. നാളെ പോകാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുന്നു. അരുണിമ പറയുന്നത് കേൾക്കണം. ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ആലോചിച്ച് നോക്കൂ, മറ്റൊരു രാജ്യത്ത് ഈ അമേരിക്ക പോലെ വളരെയധികം എന്താ പറയുക, നമുക്ക് ഓരോ ഡേ ടു ഡേ ലൈഫിലും ആക്ടിവിറ്റിക്കും വേണ്ടി നല്ല സാമ്പത്തികം ചെലവാക്കേണ്ടി വരുന്ന ഒരു രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടി ഇങ്ങനെ പോയ സമയത്ത് ആ ജോർജ് എന്നുള്ള വ്യക്തി അയാളുടെ വീട്ടിൽ താമസിപ്പിക്കുന്നു. 2-3 ദിവസം അവിടെ താമസിച്ചതിന് ശേഷം അടുത്ത നാളെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹം തന്നെ കമന്റ് ബോക്സിൽ പറയുന്നെങ്കിൽ വേറെ താമസം സെറ്റായി കൊടുക്കും. അവർക്ക് അവരുടെ പ്രൈവസി മറ്റുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നാളെ നിങ്ങൾ പോകണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ സമയത്ത് വലിഞ്ഞു കയറി വന്നതല്ലല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യം അത് എത്രമാത്രം ഒരു നല്ല ഒരു വർത്തമാനമാണോ? എനിക്കറിയത്തില്ല കേട്ടോ, നിങ്ങൾ തന്നെ പറയും. കേറി സംസാരിച്ചു. എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം വെച്ച് ഞാൻ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. ഇപ്പൊ പോണമെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. ഓക്കെ, ഇന്ന് പോകാൻ വേണ്ടിട്ട് പറഞ്ഞില്ല, നാളെ പോകാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും അവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള അകൽച്ച അവിടെ ആ ഒരു വോയിസ് വീഡിയോ കേൾക്കുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഒരു ആരാണോ പുള്ളിക്കാരിയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇങ്ങനെ ചോദിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഇന്ന് പോകാൻ പറഞ്ഞല്ല നാളെ പോകാനാണ് പറഞ്ഞത്. എനിവേ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് അപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. മൺഡേ മോർണിംഗ് ആണ് കേട്ടോ, മൺഡേ മോർണിംഗ്. സാറ്റർഡേ ആണ് നടക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ മൺഡേ മോർണിംഗ് ആണ് പറഞ്ഞത്. സാറ്റർഡേ, സൺഡേ, മൺഡേ. അവ സൺഡേയും കഴിഞ്ഞ് മൺഡേ മോർണിംഗ് പോകണമെന്നാണ് പറഞ്ഞെന്നാണ് പറയുന്നത്. ആ മനുഷ്യൻ വളരെ ഇതായിട്ട് പറയുന്നത് അങ്ങനെ പോകാൻ പാടില്ല അരുണിമ ഇവിടെ. കാരണം അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് അരുണിമ അവിടെ സ്റ്റേ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഒരു കമന്റിന്റെ അകത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ അരുണിമയ്ക്ക് എന്ത് സംഭവിച്ചെന്നതിന്റെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനാണ്. ഇത് ഈ അമേരിക്കയിലൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിയത്തില്ല, ഞാൻ വന്നിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയെങ്കിൽ പറയുക ഈ ഒരു കാര്യം. ഇതൊരു ശരിയായ പരിപാടിയാണോ? അരുണിമ ഇവിടെയാണ്. അരുണിമ എന്നുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്റർ. അത് ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല യാത്ര തുടങ്ങിയത്. ഞാൻ 41 രാജ്യം കണ്ടിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുന്നു. ഇതിനെക്കാട്ടിലൊക്കെ രാജ്യം കണ്ട ഒരു വ്യക്തിയുണ്ട് കേരളത്തിനകത്ത്. ഞാനൊക്കെ വളരെയധികം ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, ആരാധിക്കാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യൻ. അത് വേറെ ആരുമില്ല, സന്തോഷ് ജോർജ് കുളങ്ങര, SGK, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാളത്തിന്റെ സ്വത്താണ്. ഇത്രയും രാജ്യങ്ങൾ സഞ്ചാരമൊക്കെ കാണാത്തൊരു മലയാളിയുണ്ടോ? ആ മനുഷ്യൻ ഇന്ന് ഏതെങ്കിലും വേദിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ ഇത്രയൊക്കെ കണ്ടിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ധാർഷ്ട്യത്തോടെ സംസാരിക്കും നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ പറ്റുമോ? അയാളാണെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളിനകത്ത് ഇടപെട്ട് പല കാര്യങ്ങളിനകത്ത് ഒരുപാട് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വാക്കാണ് അദ്ദേഹത്തിൻ്റെ. ഇവിടെ അതേ അരുണിമ ഇത്തരം രാജ്യങ്ങളൊക്കെ പോയി അരുണിമ പറയുന്നു ഞാൻ ഇത്രയും രാജ്യം കണ്ടതാണ്, ഇതെന്റെ ഇത്രാമത്തെ രാജ്യമാണ് എന്നൊക്കെ പറയുന്നു. ഇത്രയും രാജ്യങ്ങളിൽ അരുണിമ പോയത് എങ്ങനെയാണ്? ഇതെല്ലാം പലരുടെയും ഹെൽപ്പും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടല്ലേ. അപ്പോൾ നമ്മളെ കാണുന്ന വ്യൂവേഴ്സ്, നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ, അവരില്ലായിരുന്നെങ്കിൽ അരുണിമയ്ക്ക് ഇതൊക്കെ സാധ്യമാകുമോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, സന്തോഷ് ജോർജ് കുളങ്ങര സ്വന്തം കയ്യിലെ കാശ് മുടക്കി ലോകം ചുറ്റി എങ്കിൽ അരുണിമ എന്നുള്ള വ്യക്തി പല ആൾക്കാരും സഹായിച്ചിട്ടും അവരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എന്താ പറയുക, ലോയൽ ആയിരിക്കുക എന്നുള്ളത്. ബി ലോയൽ. ഓക്കെ, നമ്മളെ സഹായിക്കുന്ന കൈകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടും നമ്മളൊരു മിനിമം ഒരു മര്യാദ നമ്മൾ പാലിക്കുക എന്നുള്ള കാര്യം. അങ്ങനെ പോകാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. ട്രാവൽ ചെയ്യുന്നത് ഇതന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെയൊക്കെയാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരൊക്കെ ലോകം കാണാത്തവരല്ല. ഞാൻ ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. അല്ല നിങ്ങളെ പോലെ ലോകം കാണാത്തവരല്ലോ ഞാൻ. എന്ത് വാക്ക് അതൊക്കെ. ട്രാവൽ ചെയ്യുന്നത് ഇതന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെയൊക്കെയാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരൊക്കെ ലോകം കാണാത്തവരല്ല. ഞാൻ അല്ലാണ്ട് ഇവരെ പോലെ ലോകം കാണാത്തവരല്ലല്ലോ ഞാനെന്ന് അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അരുണിമ ഇത് പറയുന്നത്. എന്തൊരു പരിപാടിയത്. ആ വീട്ടിലുള്ള ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്നതല്ലേ അത് ഡയറക്ട്ലി. ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ. നാളെ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മൺഡേ മോർണിംഗ് എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് പറയുന്നു.
പക്ഷെ അത് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റെസ്പെക്ട് മീ ഇൻ മൈ ഹോം. ആൻഡ് ദാറ്റ്സ് ദ ടോൺ. ഡിസ്റെസ്പെക്ട് അവിടെ കാണിച്ചതുകൊണ്ട് അവർക്കും അത് ഭയങ്കരമായിട്ട് ട്രിഗറായി. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ലടേ, എന്താ അരുണിമ ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മളൊരു പ്രിമൈസസിൽ മറ്റൊരാളുടെ വീട്ടിലേക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് വേറൊരു രാജ്യത്തുമാണ് നിൽക്കുന്നത്. ആ രാജ്യത്തിലുള്ള ആൾക്കാർ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങളവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഒരാൾ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആരുടെയെങ്കിലും ഇത് വേണം. നിങ്ങളവിടെ എന്ത് കാണിച്ചിരുന്നാലും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിരുന്നാലും ആ നിങ്ങളെ കൊണ്ടുപോകുന്ന വ്യക്തിക്കാണ് അതിന്റെ മുഴുവൻ ഇതും വരുന്നത്. റെസ്പോൺസിബിലിറ്റി ടു ആ വ്യക്തിയാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരോട് ഇങ്ങനെ അവരുടെ വീടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ അവർ വാശി കാണിക്കുന്നതൊക്കെ ഒരു ഇത്രയും രാജ്യം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് പറയാതെ നീ എന്നോടല്ലേ ആദ്യം പറഞ്ഞത്? അവിടത്തെ ആരാണെന്നോ സംസാരിക്കുന്നത്, അവരുടെ വീടാണ്, അവർക്ക് താല്പര്യമില്ലെങ്കിൽ നീ അവിടെ നിന്ന് ഇറങ്ങണം, അതല്ലേ മര്യാദ എന്ന് ചോദ്യം ഒരാൾ അപ്പുറത്തുനിന്ന് ചോദിക്കുന്നത് ആരാണെന്ന് അറിയത്തില്ല. എനിവേ അതിനുശേഷം ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ഇത് വന്ന സംഭവം വീഡിയോ. സുഹൃത്തുക്കളെ, നമ്മുടെ വ്ളോഗർ അരുണിമയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി അർദ്ധരാത്രിയിൽ വിട്ടു എന്നുള്ളത്. പക്ഷേ യഥാർത്ഥമായി അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവരന്ന് രാത്രിയിൽ ഒരിക്കലും അരുണിമയെ ഇറക്കി വിട്ടിട്ടില്ല. അരുണിമയോട് തിങ്കളാഴ്ച പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അരുണിമ തന്നെയാണ് പോകുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. അതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ട ഈ അമേരിക്കയുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം പോലെയല്ല. അവർക്ക് രാവിലെയും രാത്രി എല്ലാം ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അവരെല്ലാം അധ്വാനികളാണ്. എന്നോട് പറഞ്ഞ എല്ലാവരും ഇതേ സംസാരിച്ചു. അവിടെ നിന്ന് നമ്മളെ നാട്ടിൻ പുറത്തുള്ളതുപോലെ വല്ല കവലകളിൽ പോയിരിക്കുകയും നമ്മുടെ രാമേട്ടന്റെ ചായക്കടയിൽ പോയി ചായ കുടിക്കുകയും വൈകുന്നേരം വരച്ചു വീട്ടിൻ്റെ അകത്ത് ചുമ്മാ നടന്ന് TV കണ്ടുകൊണ്ട് നടക്കുകയും അതുപോലെ തന്നെ നമ്മളെപ്പോലെ കളിച്ച് ചിരിച്ച് നടക്കുന്ന പരിപാടികളൊന്നുമല്ല. അവിടെ ഒരു സിസ്റ്റമാറ്റിക് പരിപാടിയാണ്. അവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ അങ്ങനെയാണ് ആ ലോകത്തിന്റെ നമ്പർ 1 ആയിട്ട് ഇപ്പോഴും ആ രാജ്യം നിൽക്കുന്നെങ്കിൽ അവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും ഓരോ സമയത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള വരുമാനം അവർക്ക് കിട്ടുമെങ്കിൽ അതുപോലത്തെ ചെലവുള്ള രാജ്യമാണ്. സോ അങ്ങനെയുള്ള ഒരു നാട്ടിനകത്താണ് അരുണിമയെ പോലൊരു വ്യക്തി ഇപ്പം അവിടെ നാട് ചുറ്റാനായിട്ട് പോയത്. ഓക്കെ, അതവരുടെ പാഷൻ ആയിരിക്കാം. പക്ഷെ മറ്റൊരാളാണ് അവിടെ കൊണ്ടുപോയത്. അവരോട് മിനിമം മര്യാദ നമ്മൾ കാണിക്കേണ്ടത് നമ്മളൊരു എന്താ പറയുക, അവരോട് ചെയ്യുന്നൊരു റെസ്പെക്റ്റ് ആണ് അവരുടെ ഭാഗത്തു നിന്നുള്ള. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, അരുണിമ ഇത് കാണുന്ന ആരുടെയും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിതിന് മറുപടി പറയൂ. ഞാൻ നിങ്ങളെ മോശപ്പെടുത്തി പറഞ്ഞു, നിങ്ങൾ അതിന് കമന്റ് ചെയ്യും, നിങ്ങൾ അതിനൊരു വീഡിയോ ചെയ്യും, എക്സ്പ്ലനേഷൻ വീഡിയോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ പറയൂ. നിങ്ങളിട്ട ഒരേ ഒരു വീഡിയോക്കകത്ത് അതിനകത്ത് ഭയങ്കര മോശമായിട്ട് ആ വ്യക്തിയെ പറഞ്ഞതും അല്ലെങ്കിൽ ആ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞതുമാണ്. അദ്ദേഹം വലിഞ്ഞു കയറി വന്നതുപോലെയുള്ള ആളെ പോലെയാണ് അയാളടുത്ത് പെരുമാറുന്നുള്ള കാര്യം നിങ്ങൾ പബ്ലിക്കിലേക്ക് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ ഇട്ട് പോലീസ് കേസ് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. അഥവാ കേസ് കൊടുക്കാത്ത അവർ ആ ഒരു കമന്റ് കൂടെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അവരാലോചിക്കും, അവരെ വീണ്ടും പരിഹസിക്കുന്നു എന്ന്. അപ്പൊ അരുണിമ അവിടെ പോയിട്ട് വീണ്ടും അവരെ ട്രിഗർ ചെയ്യുകയാണോ? അവിടൊക്കെ അവരുടെ വീടും കാറും മറ്റു കാര്യങ്ങളൊക്കെ മോർഗേജ് ആണ്, ലോണാണ്. അപ്പൊ ഇതെല്ലാം അടയണമെങ്കിൽ രാപ്പകൽ അധ്വാനിക്കണം. നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിതശൈലിയല്ല അവിടുത്തെ ജീവിതശൈലി. അപ്പം അവരെ സംബന്ധിച്ച് നമ്മളൊരു ഗസ്റ്റ് ഓഫ് ഭവനത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരുപാട് റിസ്കുകളുണ്ട്. ഇപ്പം നമ്മളെ അറിയാത്ത ഒരാളെ താമസിപ്പിക്കും, അവിടുത്തെ നിയമം അനുസരിച്ച് ഭയങ്കര റിസ്ക്കാണ്. ആ റിസ്കിന്റെ പ്രകാരം വളരെ ബഹുമാനത്തോടെയാണ് ആ വീട്ടിലെ കുട്ടികൾ ആ കാര്യം ബോധിപ്പിക്കുന്നത്. പിന്നെ അരുണിമയോട് പറയാനുള്ളത്, അരുണിമയ്ക്ക് അവരൊരു ഇടം തന്നു. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു വീട്ടിൽ നമുക്കൊരു ഇടം തരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അവർ നിങ്ങളെ താമസിപ്പിച്ചു. തിങ്കളാഴ്ച നമ്മളൊരു ഒരു ദിവസം നമുക്ക് സമയം തന്നു അരുണിമയ്ക്കൊന്ന് ഫൈൻഡ് ചെയ്യാം. പക്ഷേ അന്ന് രാത്രി തന്നെ ആ വീട്ടുകാരെ ഇട്ട് ലോകം മുഴുവൻ അവരെ പരസ്യപോലമാക്കിയതിൽ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അരുണിമ. അത് വളരെ മോശമാണ്. ഈ വീഡിയോ ആണ് യഥാർത്ഥമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും നമുക്കൊരു ഹെൽപ്പ് ചെയ്ത വീട്ടുകാരെ പബ്ലിക്കിലിട്ട് നാറ്റിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥന. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. അരുണിമയ്ക്ക് ഇനി എന്ത് തന്നെ പറയാനുണ്ടായെന്ന ഒരു ഒഫൻഡഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി അത് കുഴപ്പമൊന്നുമില്ല, പ്രായത്തിന്റെ തന്നെയാണ്. കാരണം ഞങ്ങളൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കമന്റ് കിട്ടുന്ന വേറെ ഇനി ഏത് കമന്റിന് അതിന്റെ അനുസരിച്ചിട്ട് മറുപടി കൊടുക്കുന്ന ആളോ ഒരൊറ്റ അണ്ണു കിട ഞാൻ വിട്ടുകൊടുക്കുന്ന ഒരാളുമല്ല. കാരണം എന്റെ തെറ്റുകളോ എന്നെ വിമർശിക്കുന്നതിനോ അല്ല ഇത് ഞാനൊരു മാന്യമായ ഒരു കാര്യം പറഞ്ഞതിന് നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ അതിനകത്ത് ഡ്രാഗ് ചെയ്തിട്ട് ഇത് വെച്ച് ഒരുപാട് ഉണ്ടാക്കുന്നല്ലോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അതിന് മറുപടി എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, ഞാൻ ആ വാക്കുകളിലേക്കും ആ രീതിയിലേക്കും പോകാത്തതുകൊണ്ടാണ്. അത് ഇന്ന് ചിന്തിച്ചോ, അതെന്റെ മാന്യമായിട്ട് മാത്രം കണ്ടാൽ മതി.
ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ കമന്റ് നമ്മുടെ ഇന്നലെ രാത്രി അഥവാ വെളുപ്പാങ്കാലത്ത് അദ്ദേഹം ഇട്ട കമന്റ് ആണ് നമ്മുടെ ജോർജ് ചേട്ടൻ. ഹായ്, എനിക്കൊരു വിലയുമില്ലാൻ തീരുമാനിക്കുന്ന അരുണിമയാണോ? ഞാൻ വാടക കൊടുത്ത് താമസിക്കുന്നത് എന്റെ സൗകര്യമല്ലേ? ഞാൻ ഇപ്പോഴും ജോലി ചെയ്ത് നല്ല നില ജീവിക്കുന്ന ആളാണ്. പിന്നെ അരുണിമയോട് ഇതെല്ലാം ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. വീട് മകളുടെ ആയാലും മകന്റെ ആയാലും അതിന് ടാക്സ്, ഇലക്ട്രിക്കൽ ചാർജ്, വാട്ടർ ഹീറ്റിംഗ്, കൂളിംഗ്, അങ്ങനെ പല ചിലവുണ്ട്. അത് ഞാൻ കൊടുക്കുന്നു, അതിലെന്താ കുഴപ്പം? ഞാൻ ജോലിയുള്ള ആളാണല്ലോ എന്ന് അദ്ദേഹം മാന്യമായിട്ട് പറയുന്നു. പിന്നെ ഈ വീട്ടിൽ ഞാനും എൻ്റെ വൈഫ് രണ്ടുപേരും മാത്രമാണ് താമസം. കുട്ടികൾ കോളേജിലാണ്. വീക്കെൻഡ് ഓർ ഇൻ 2 വീക്സ് മാത്രമേ. ഓക്കെ, അവർ ആഴ്ചയിൽ 2 ദിവസമോ വീക്കെൻഡ് ഓർ ഇൻ 2 വീക്സ് മാത്രമേ അവർ ഒരു ഇതെല്ലാം അരുണിമ വീഡിയോയിൽ പറയുന്നത് എന്തിനാണ്? അപ്പോൾ അവർക്ക് ഇത് നല്ല ചാൻസ് ആണെന്ന് കണ്ട് വീഡിയോ ചെയ്തതല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിനെന്ത് മറുപടി പറയാൻ പറ്റും? ഓക്കെ, പിന്നെ തണുപ്പത്ത് ഇറക്കി വിടുമോ ബ്രദർ? അവൾ എൻ്റെ നെയിം കേൾക്കുക. ഇവിടെയാണ് ഇതിന്റെ റിയൽ സംഭവം കിടക്കുന്നത്. തണുപ്പത്ത് ഇറക്കി വിടുമോ ബ്രദർ? അവൾ എൻ്റെ നെയിം, അദ്ദേഹത്തിന്റെ നെയിം, അഡ്രസ്, ID ആണ് ഇമിഗ്രേഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവളെ ഇറക്കി വിടുമോ? അദ്ദേഹത്തിന്റെ ഇമിഗ്രേഷൻ അദ്ദേഹമാണ് അവിടെ കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പൊ ഈ പുള്ളിക്കാരത്തിയെ. എന്നിട്ടാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് എന്റെ കമന്റിനകത്ത് താങ്ക്സ് മൂപ്പൻസ്, കാര്യങ്ങൾ ഗ്രഹിച്ച് സംസാരിക്കുന്നതിന് മനുഷ്യർ സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കാവൂ, ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് റിപ്ലൈ തന്നു. ആ ഒരു സംഭവത്തിന്റെ അകത്ത് ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ താഴ്ന്നു. ജോർജ് ചേട്ടൻ ഈ ചെയ്യല്ല, അദ്ദേഹത്തിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് അരുണിമ പറയട്ടെ, നമ്മൾ ആ ഒരു കാര്യം നമ്മൾ സംസാരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാതിരിക്കുന്ന വൃത്തിയില്ല. അയാളുടെ മൊത്തം സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾ ആ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അയാളുടെ വീടിന്റെ അയാളുടെ പ്രിമൈസസിനകത്ത് ഞാൻ ഇത്രയും രാജ്യം കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളെപ്പോലെ വീട് ലോകം കാണാത്തവരല്ല എന്നൊരൊറ്റ വാക്ക് മാത്രം മതി അരുണിമയുടെ ആ ഒരു എന്താ പറയുക ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അരുണിമ എങ്ങനെയാണ് അവരോട് പെരുമാറി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ആൾക്കാരോട് ഇതിനു മുമ്പും പലതരത്തിലുള്ള വാക്ക് തർക്കങ്ങളോ ചിലപ്പം താല്പര്യമില്ലായ്മ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അരുണിമയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ഒരു കോണ്ടന്റ് മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫാണ്. അവർ ജോലി ചെയ്ത് ജീവിക്കുകയും അവരുടെ പ്രിമൈസിൽ താമസിക്കുകയും ചെയ്ത് അവർക്ക് ചിലപ്പോൾ അവരുടെ പ്രൈവസിയുടെ ഇഷ്യൂസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മണ്ടേ പോകുമെന്ന് പറഞ്ഞത് നിങ്ങൾ സാറ്റർഡേ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ തൊട്ട് അപ്പുറത്ത് പോയിട്ട് നിങ്ങൾ വീഡിയോയും ചെയ്തു, അതിനെ ഇട്ടു, റീച്ചാക്കി. അതിനപ്പുറം ഈ നിമിഷം വരെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു വാ തുറന്ന് ഒരു കമ എന്നൊരു അക്ഷരം ഉണ്ടിട്ടുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ഇട്ടിട്ട് കമന്റ് ഡിലീറ്റ് ചെയ്ത് ഓടി. നിങ്ങൾ ഇതിനകത്ത് കമന്റ് ഇട്. ഞാൻ വെല്ലുവിളിക്കാനൊന്നുമല്ല, ഒരു സഹോദരിയെ പോലെ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ ആഫ്രിക്കയിലുള്ള പല സ്ഥലങ്ങളിലും പല ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ നിങ്ങൾ എന്തുമാത്രം ആൾക്കാർ കടന്നാക്രമിച്ചു എന്നൊക്കെ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റ് ബോക്സിൽ. അവിടെ കാണും. എന്നോ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തതാണ്, എന്നോ നിങ്ങളെ വീഡിയോസ് കണ്ടു തുടങ്ങിയതാണ്, മാഹിന്റെ കൂടെ ഉള്ള കാലം മുതൽ. അതിനുശേഷം നിങ്ങൾ തമ്മിൽ തെറ്റിദ്ധരിപ്പിരിഞ്ഞു. അതിന്റെ വീഡിയോയെ കുറിച്ച് ഞാനതൊന്നും പറയുന്നില്ല. സോ എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഇപ്പം ഇനി അരുണിമയുടെ സൈഡിൽ ഇതല്ല മറ്റൊരു വേർഷനാണ് ഉള്ളതെങ്കിൽ അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറയും. അല്ല ഞങ്ങളൊക്കെ ഇങ്ങനെ അറിയാനാ. സോ നമ്മളെ സഹായിച്ച കൈകളെ കൊത്തുന്ന പരിപാടി അത്ര നല്ലതല്ല. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു പോയിട്ടുള്ള ആളാണ്. വളരെ അങ്ങേ അറ്റത്ത് പോയ ആളാണ്. പല മനുഷ്യന്മാരും മാലാഖമാരെ പോലെയും പല സാഹചര്യത്തിൽ എന്നെ കൂടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് ശരിക്കും പറയാം ഉണ്ടാവുമെന്നൂടെ എനിക്കറിയത്തില്ലായിരുന്നു. ആ തരത്തിലേക്കൊക്കെ പോയിട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും കേട്ടോ, നമ്മളെ നന്ദിച്ച കൈകളെ നിന്ദിക്കരുത്. ദിസ് ഇസ് മൈ റിക്വസ്റ്റ് സഹോദരി. അല്ല നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അവർ സംസാരിക്കുന്ന ഒരിക്കലും നമ്മളെപ്പോലെ ഷുഗർ കോട്ടഡ് വേർഡ്സ് പറയത്തില്ല. അവർ ആ ഒരു നാട്ടിലെ കൾച്ചർ അങ്ങനെയാണ്, കൾച്ചറൽ ഡിഫറൻസ് ആണ്. അവർക്ക് അത് മനസ്സിലാക്കൂ. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒരാൾ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനോട് അത്രയും താഴ്ത്തി പെരുമാറും. അവിടെ അങ്ങനെ അവർക്ക് താല്പര്യമില്ല. അവരെങ്ങനെ അവരൊരു ഈഗോയോ അവരുടെ ദേഷ്യമൊന്നും അല്ല, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ലെവൽ അവിടുത്തെ ഒരു കൾച്ചറാണ്. അല്ലാതെ അവർക്ക് നിങ്ങളോട് ദേഷ്യം. എത്രയോ മലയാളികളാണ് ഈ പറയുന്ന പല രാജ്യങ്ങളും താമസിക്കുന്നത്. അവിടെ ആർക്കും ഇല്ലല്ലോ ഈ പ്രശ്നം. അപ്പൊ അരുണിമയ്ക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. സോ സംതിങ് ഫിഷി, അത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ജോർജ് ചേട്ടന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഉണ്ടോ, ആ വീട്ടുകാർ നിങ്ങളോട് വളരെ മോശമായി പെരുമാറി, നിങ്ങൾ പറയൂ, നമ്മൾ കേൾക്കാം. അല്ലാതെ ഒരുപാട് ഉണ്ടാക്കുന്നല്ലോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറയാൻ അറിയാത്ത ആളല്ല ഞാൻ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. യൂട്യൂബ് കണ്ട് ജീവിക്കുന്ന ഒരാളും അല്ല ഞാൻ. അതുകൊണ്ട് മറുപടി അതേ രീതിയിലായിരിക്കും. അത്രമാത്രം തൽക്കാലം ഞാൻ പറഞ്ഞു നിർത്തുന്നുള്ളൂ. എന്നെ അറിയുന്നവർക്കറിയാം സഹോദരി. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.